എല്ലാവർക്കും നമസ്കാരം. വേവ്സ് എന്ന നമ്മുടെ 15th ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേവ്സിൻ്റെ റിഫ്ലക്ഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. രണ്ട് തരത്തിൽ നമ്മൾ റിഫ്ലക്ഷൻ കണ്ടു. റിഫ്ലക്ഷൻ അറ്റ് എ റിജിഡ് ബൗണ്ടറി ആൻഡ് റിഫ്ലക്ഷൻ അറ്റ് ആൻ ഓപ്പൺ ബൗണ്ടറി. അത് തമ്മിലുള്ള വ്യത്യാസം ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? എ ട്രാവലിംഗ് വേവ് ഓർ എ പൾസ് സഫേഴ്സ് എ ഫേസ് ചേഞ്ച് ഓഫ് പൈ ഓൺ എ റിജിഡ് ബൗണ്ടറി ആൻഡ് ദർ ഇസ് നോ ഫേസ് ചേഞ്ച് ഓൺ റിഫ്ലക്ഷൻ അറ്റ് ആൻ ഓപ്പൺ ബൗണ്ടറി. ഇത് നമ്മൾ കണ്ടതാണ്. ഈ കാണുന്ന വയലിനിൽ നമ്മളൊരു സ്ട്രിങ് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിലൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് ദി എൻഡ്സ്. അങ്ങനെ രണ്ട് എൻഡും ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രിങ്ങിൽ നമ്മളൊരു ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ് ചെയ്താൽ ആ ഡിസ്റ്റർബൻസ് ഒരു എൻഡിലേക്ക് ട്രാവൽ ചെയ്യും. ഫ്രം ദാറ്റ് എൻഡ് ഇറ്റ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ് ടു ദി അതർ എൻഡ്. ആ എൻഡിലോ അവിടെ നിന്ന് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്ത് ഇറ്റ് വിൽ കം ടു ദ ഫസ്റ്റ് എൻഡ്. ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടും. ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് നടക്കുന്നത് റിജിഡ് സർഫസിൽ മാത്രമല്ല. ഇപ്പോൾ കാണുന്ന ഈ ഫ്ലൂട്ടിൽ നിങ്ങൾ നോക്കൂ, രണ്ട് എൻഡും ഓപ്പൺ ആണ്. സോ ബോത്ത് ദി എൻഡ്സ് ആർ ഫ്ലെക്സിബിൾ ഓർ ബോത്ത് ദി എൻഡ്സ് ആർ ഓപ്പൺ. ഈ ഫ്ലൂട്ടിൽ നമ്മളൊരു ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ് ചെയ്താൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്റ്റർബൻസിനും മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കും രണ്ട് എൻഡിലും. ഇങ്ങനെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കൊണ്ട് we will get a wave pattern and that type of waves are called standing waves. And today we are discussing the standing waves and their normal modes. ഈ സ്റ്റാൻഡിംഗ് വേവ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നറിയാൻ let's consider a traveling wave that travels along the positive x direction. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അത്. Now you consider a reflected wave of the same amplitude and wavelength and the reflected wave is traveling along the negative x-axis. ഇപ്പോൾ നിങ്ങൾ ആ റിഫ്ലക്റ്റഡ് വേവും കാണുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ വേവ്സിനെ ഒന്ന് മാത്തമെറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാം. The first wave can be represented as y1 of xt equals a sin kx minus omega t. പോസിറ്റീവ് ഡയറക്ഷനിലാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. And the second wave is represented as y2 of xt equals a sin kx plus omega t. ആ സൈനിൽ വന്ന ഡിഫറൻസ് കണ്ടല്ലോ. By principle of superposition we can say the net displacement y of xt equals y1 of xt plus y2 of xt. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. y of xt equals a sin kx minus omega t plus a sin kx plus omega t. നിങ്ങൾക്ക് വളരെ ഫെമിലിയറായ ഒരു ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റിയാണ് സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ഈക്വൽസ് 2 സൈൻ എ കോസ് ബി. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് ഈ ഐഡൻറ്റിറ്റി ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് y of xt ഈക്വൽസ് 2a സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി. രണ്ട് വേവ്സും ഓവർലാപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന വേവിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഇസ് എ ഹാർമോണിക് വേവ്. വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഹാർമോണിക് വേവ്? യു സീ ദി ആംപ്ലിറ്റ്യൂഡ് ഈസ് 2a sin kx. You know x is a variable. That means amplitude of this wave is varying from point to point. And you know at a particular location x also is a constant. That means at a particular location amplitude is having a constant value, but the amplitude varies from one location to another. ഒന്നുകൂടി നോക്കൂ. This wave is traveling along the positive x direction or this is traveling along the negative x direction. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു വേവിൻ്റെയും നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു വേവിൻ്റെയും കൂടി സമ്മാണിത്. ഈ റിസൾട്ടൻ്റ് വേവ് ട്രാവൽ ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണോ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണോ? അത് നമ്മൾ കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ലെങ്കിൽ കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്ന ഒരു ടേമിൽ നിന്നാണ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇക്വേഷനിലേക്ക് നോക്കൂ, കെ എക്സും ഒമേഗ ടിയും സെപ്പറേറ്റഡ് ആണ്. ഇറ്റ്സ് മീനിങ് ഈസ് ദ വേവ് പാറ്റേൺ ഈസ് നെയ്തർ മൂവിങ് ടുവേഴ്സ് റൈറ്റ് nor moving towards left. That is the reason why
This system is called a standing wave system. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു സ്റ്റാൻഡിംഗ് വേവ് സിസ്റ്റമാണ്. See, at all these points the amplitude is 0. These points where there is no displacement are called nodes. ഈ സിസ്റ്റത്തിൽ മറ്റു ചില പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റുകളുടെ പ്രത്യേകത നോക്കൂ. At these points the amplitudes is becoming a maximum. The points where you are getting the largest amplitude are called antinodes. നമുക്ക് ഇനി നോഡ്സിൻ്റെ പൊസിഷൻ ഒന്ന് ഡിസൈഡ് ചെയ്യാം. We know the amplitude is given by 2a sin kx. നോഡ്സ് നമ്മൾ കണ്ടു, നോ ഡിസ്പ്ലേസ്മെൻ്റ് ആയ പോയിൻറ്റ്സിനെയാണ് നമ്മൾ നോഡ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് 0 ആകണമെങ്കിൽ സൈൻ കെ എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു 0. എപ്പോഴാണ് സൈൻ കെ എക്സ് 0 ആവുന്നത്? ദാറ്റ് ഈസ് പോസിബിൾ വെൻ കെ എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ, വേർ n equals 0, 1, 2, 3, etc. But we know k equals 2 pi by lambda. So this equation becomes 2 pi by lambda into x equals n pi. Remember, n can have values like 0, 1, 2, 3, etc. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് you write the expression for x. You will get x equals n lambda by 2. ഈ ഇക്വേഷനിൽ നിങ്ങൾ എന്നിന് പകരം 0, 1, 2, 3 അങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഓരോ നോഡിൻ്റേതായ പൊസിഷൻസ് കിട്ടും. ഇപ്പോൾ ഫിഗറിൽ ഞാൻ ഡിഫറെൻ്റ് നോഡ്സിൻ്റെ പൊസിഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ദ നോഡ്സ് ആർ ഒക്കറിങ് അറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു ലാംഡ ബൈ 2, ദെൻ 2 ലാംഡ ബൈ 2, 3 ലാംഡ ബൈ 2, എക്സെട്ര. So from this figure we can conclude that the distance between any two successive nodes is lambda by 2. Now let's try to get the positions of antinodes using the same method. You see, the amplitude equals 2a sin kx. At the positions of antinode, the amplitude is the largest. That is possible when sin kx is maximum, and the maximum value of sin kx is 1. This is possible when kx equals n plus half into pi, where n equals 0, 1, 2, 3, etc. ഈ ഇക്വേഷനിലും നമുക്ക് k റീപ്ലേസ് ചെയ്യാം. We know k equals 2 pi by lambda. So 2 pi by lambda into x equals n plus half into pi. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യൂ and get an expression for x. What you are getting? X equals n plus half into lambda by 2, where n equals 0, 1, 2, 3, etc. ഈ ഫിഗറിൽ ഞാൻ ഡിഫറെൻ്റ് ആൻറ്റിനോഡ്സിൻ്റെ പൊസിഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്രം ദ ഫിഗർ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു ആൻറ്റിനോഡ്സ് ഓൾസോ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2. നമ്മളിപ്പോൾ കണ്ട ഈ തിയറി നമുക്കൊരു സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷനിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നൗ യു ക്യാൻ സി എ സ്ട്രിങ്. ബോത്ത് ദ എൻഡ്സ് ഓഫ് ദ സ്ട്രിങ് ആർ ഫിക്സ്ഡ്. നമ്മൾ വയലിൻ്റെ കേസിൽ കണ്ടതാണല്ലോ അത്. ലെറ്റ് വൺ എൻഡ് ഓഫ് ദ സ്ട്രിങ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ദ അതർ എൻഡ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എൽ. സോ വി ക്യാൻ സേ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് എൽ. ഈ സ്ട്രിങ്ങിൽ നമ്മളൊരു ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ് ചെയ്താൽ both the ends of the string cannot displace because both the ends are fixed. So at x is equal to 0, a node must be produced, and x equal to L also must be a position of node. X equal to 0 avumbo we can get n is equal to 0. We have the condition for the node. Distance to the nth node is x is equal to n lambda divided by 2. n equal to 0 corresponds to x equal to 0. Now let's come to x equal to L. x equal to L ലേക്ക് വരുമ്പോൾ നമ്മൾ എന്നിൻ്റെ വാല്യൂസ് 1, 2, 3, എക്സെട്ര എന്ന് കൺസിഡർ ചെയ്താൽ മതി. ബിക്കോസ് n ഈക്വൽ ടു 0 നമ്മൾ ഒരു എൻഡിലേക്ക് അപ്ലൈ ചെയ്തു. ഈ ഇക്വേഷനിൽ നമുക്ക് എക്സിന് പകരം L എന്നും എന്നിന് അതിൻ്റെ ഫസ്റ്റ് വാല്യൂ ആയ 1 കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
corresponding wavelength is taken as lambda 1. So, എന്തായിരിക്കും ഇനി കിട്ടാൻ നോക്കൂ, L equals 1 lambda 1 divided by 2. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ്റെ മീനിങ് എന്താ? The whole length of the string is equal to half the wavelength. So, the wave pattern produced in the string will look like this. This is called the first harmonic or fundamental frequency. നമുക്ക് ഈ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ? L equals lambda 1 by 2 or lambda 1 equals 2L. If V is the velocity of the wave through the string, this lambda 1 can be replaced as V by nu 1. So, equation എങ്ങനെ ചേഞ്ച് ചെയ്യും? V by nu 1 equals 2L or nu 1 equals V by 2L, and this is the expression for the fundamental frequency of a stressed string. Now, let us assume at x equal to L, n equals 2 and the corresponding wavelength can be taken as lambda 2. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറാ? L equals 2 lambda 2 divided by 2. That means L equals lambda 2. What does it mean? The total length of the string is equal to the wavelength of the wave, and so the wave pattern looks like this. This is called the second harmonic. നമുക്ക് ഇനി സെക്കൻഡ് ഹാർമോണിക്കിൻ്റെ ഫ്രീക്വൻസി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ ദാറ്റ് we have lambda 2 equals L. Lambda 2 can be written as V by nu 2. So, V by nu 2 equals L or nu 2 equals V by L. This V by L can be written as 2 times V by 2L, and we know V by 2L is the fundamental frequency nu 1. So, what is the relation now you are getting? Nu 2 equals 2 nu 1. Similarly, at x equal to L, if n equal to 3, you will get L equals 3 lambda 3 divided by 2. This is called the third harmonic, and the third harmonic will look like this. From this equation we have lambda 3 equals 2L by 3. പഴയതുപോലെ lambda 3 ഒന്ന് റീപ്ലേസ് ചെയ്യൂ. V by nu 3 equals 2L by 3 or nu 3 equals 3 times V by 2L or nu 3 equals 3 times nu 1. That means the different frequencies that can be produced in a stressed string is in the ratio 1:2, 2:3, 3:4, etc. That means the fundamental frequency and all its overtones can be produced on a stressed string. ഈ വൈബ്രേഷൻസ് ഓഫ് സ്ട്രെസ്ഡ് സ്ട്രിങ്ങിനെ ബേസ് ചെയ്ത് നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നു. എ വയർ സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ 2 rigid supports vibrates in its fundamental mode with a frequency of 45 Hz. The mass of wire is 3.5 into 10 raised to minus 2 kilogram and its linear mass density is 4 into 10 raised to minus 2 kilogram per meter. Calculate. First question, the speed of transverse wave on the string, and the second question, the tension in the string. നോക്കൂ, question ഒന്ന് വായിച്ചു നോക്കൂ. A wire stretched between 2 rigid supports vibrates in its fundamental mode with a frequency of 45 Hz. So, the fundamental frequency is given. Let us take it as nu. So, nu equals 45 Hz. പിന്നെ എന്തൊക്കെയാണ് ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നോക്കൂ. The mass of the wire is 3.5 into 10 raised to minus 2 kilogram. Let us take that as m. So, m equals 3.5 into 10 raised to minus 2 kilogram. Then see the question. Linear mass density is 4 into 10 raised to minus 2 kilogram per meter. We know
linear mass density is mass per unit length of the string. നമ്മൾ അതിന് സാധാരണയായി mu എന്ന സിമ്പലാണ് യൂസ് ചെയ്തത്. So mu equals 4 into 10 raised to minus 2 kilogram per meter. See in the question what they are asking for. See the question is the speed of transverse waves on the string. ഒരു സ്ട്രെസ്ഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ന്യൂ ഈക്വൽസ് v by 2l. And in this expression, you know, this v is the speed of the transverse wave. ഈ സ്പീഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സ് വേവ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. v ഈക്വൽസ് 2l ഇൻറ്റു ന്യൂ. ഇവിടെ എന്താ ഈ l? You know, it is the length of the string. And in the question, they are not giving you the length of the string. So, we have to find out the length of the string first. അതിനുവേണ്ടി അവർ വയറിൻ്റെ മാസും ലീനിയർ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. We know the linear density mu equals m by l, or l equals m divided by mu. ഈ വാല്യൂവിനെ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ v ഈക്വൽസ് 2 ഇൻറ്റു m by mu ഇൻറ്റു ന്യൂ. ഇതിലേക്ക് ഗിവൺ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. v ഈക്വൽസ് 2 ഇൻറ്റു 3.5 into 10 raised to minus 2 into 45 divided by 4 into 10 raised to minus 2. On calculation, you will get the velocity as 78.75 meter per second. See the second part of the question. They are asking what is the tension in the string. ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റിക്ക് ഇക്വേഷൻ നമുക്കറിയാം. v equals square root of t divided by mu, where t represents the tension in the string. ഈ ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇവർ ക്വസ്റ്റ്യൻ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഇക്വേഷനെ ഒന്ന് സ്ക്വയർ ചെയ്യൂ. v square equals t by mu. Rearrange for t. t equals mu v square. ഇതിലേക്ക് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. The value of mu is given and velocity we calculated as 78.75. So t equals 4 into 10 raised to minus 2 into 78.75 square. On calculation, you will get the right answer as 248 Newton. Now let's see an oscillation of an air column with one end closed and the other end open. ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, ഒരു പൈപ്പിൻ്റെ ഒരു എൻഡ് ഞാൻ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് എൻഡ് ഈസ് മാർക്ക്ഡ് ആസ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ദ ഓപ്പൺ എൻഡ് ഈസ് മാർക്ക്ഡ് ആസ് എക്സ് ഇസ് ഈക്വൽ ടു എൽ. ദിസ് ടൈപ്പ് ഓഫ് ഓർഗൻ പൈപ്സ് ആർ കോൾഡ് ക്ലോസ്ഡ് പൈപ്സ്. ഒരു വാട്ടർ ബോട്ടിലിലേക്ക് നിങ്ങൾ കുറച്ച് വാട്ടർ ഫില്ല് ചെയ്യുമ്പോൾ ആ വാട്ടറിന് മുകളിലുള്ള എയർ കോളം ഒരു ക്ലോസ്ഡ് പൈപ്പായി ബിഹേവ് ചെയ്യും. ഈ കോളത്തെ നമ്മളൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. And we are going to produce a standing wave system inside this pipe. See, x is equal to 0 is a rigid boundary. So a node must be formed at x is equal to 0. And you can see x is equal to L is open. At that open boundary, an antinode must be formed. Let's take the condition for the antinode. We have distance to the nth antinode is x equals n plus half into lambda by 2, where n equals 0, 1, 2, 3, etc. First, let's assume at x is equal to L, we are getting the first antinode. You see, first antinode corresponds to n equal to 0. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് എക്സിന് പകരം എൽ എന്നും എന്നിന് പകരം 0 എന്നൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് L equals lambda by 4. L equals lambda by 4 means the length of the pipe is equal to 1/4 of the wavelength. So the standing wave system produced inside the pipe will be like this. This is called the first harmonic or fundamental frequency. See, നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണെന്ന് നോക്കൂ. L equals lambda by 4 or lambda equals 4L.
Instead of lambda, we can write V by nu. So V by nu equals 4L, or the fundamental frequency nu equals V by 4L. Now, you assume at x is equal to L, you are getting the second antinode. That means at x is equal to L, we have n equals 1. ഈ ഇക്വേഷനിലേക്ക് n equal to 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. എന്താ കിട്ടുന്നത്? L equals 3 lambda 1 by 4. ആ കറസ്പോണ്ടിങ് വേവ് ലെങ്തിനെയാണ് ഞാൻ ലാംഡ 1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. That means the length of the pipe is equal to 3 times quarter of the wavelength. ആ വേവ് സിസ്റ്റം ഇതുപോലെയായിരിക്കും കാണുക. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ലാംഡ 1 is equal to 4L by 3, or V by nu 1 equals 4L by 3, or nu 1 equals 3 times V by 4L, but we know V by 4L is the fundamental frequency, so nu 1 equals 3 nu. This frequency is called the third harmonic, not the second harmonic, because this is 3 times the fundamental frequency. അപ്പോൾ ഓർക്കുക, here we are not getting the second harmonic. ഒരു കണ്ടീഷൻ കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. At x equal to L, if n equal to 2, എന്ത് കിട്ടുമെന്ന് നോക്കൂ. You will get L equals 5 lambda 2 by 4. ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ്റെ മീനിങ് എന്താ? Length of the pipe is equal to 5 times 1/4 of the wavelength എന്ന്. അതാണ് ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്നത്. From this equation you can write lambda 2 equals 4L divided by 5. Lambda 2 is V by nu 2. So V by nu 2 equals 4L by 5, or nu 2 equals 5 into V by 4L. That means nu 2 is 5 times nu. This is called the fifth harmonic. And now you can see, in the case of a closed pipe, the frequencies obtained are in the ratio 1:3:5 etc. That means only odd multiples of the fundamental frequency are present. Now let's consider the case of a pipe which is opened at both the ends. That type of pipe is called an open pipe. ഈ ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും ഫണ്ടമെൻ്റൽ ഹാർമോണിക്കും അതിൻ്റെ ഓവർടോൺസും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക? See, both the ends are open. Since both the ends are open, antinodes must be produced at both the ends. രണ്ട് എൻഡിലും ആൻറ്റിനോഡ്സ് വരുന്ന ഫണ്ടമെൻ്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. This is the first harmonic. And in the case of first harmonic, you can say length of the pipe L equals lambda by 2, or lambda equals 2L, or V by nu equals 2L, or nu equals V by 2L. So the fundamental frequency in the case of an open pipe of length L is nu equals V by 2L. This is same as the fundamental frequency in the case of a stressed string. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എല്ലാ ഹാർമോണിക്സും പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണമല്ലോ. അങ്ങനെ പറ്റുമോ എന്ന് ഫിഗേഴ്സ് വരച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. The strings and air columns can undergo forced oscillations. ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഫോഴ്സ്ഡ് ഓസിലേഷൻസ് കണ്ടതാണ്. എക്സ്റ്റേണൽ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഓസിലേറ്റ് ചെയ്യിക്കാൻ പറ്റും. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൽ സ്ട്രിങ്സ് വൈബ്രേറ്റ് ചെയ്യിച്ചുകൊണ്ട് നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ട്യൂണിംഗ് ഫോർക്സ് ഉപയോഗിച്ചുകൊണ്ട് ഓർഗൺ പൈപ്സിൽ നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. If the external frequency is close to any one of the natural frequencies, the system will show the phenomenon called resonance. ഈ റെസണൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്നതിനായി ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ആവശ്യമായി വരികയാണെങ്കിൽ സ്കൂളിലെ ഫിസിക്സ് സാറിൻ്റെ സഹായം കൂടി തേടുക. എഴുതൂ ക്വസ്റ്റ്യൻ. എ 1 meter long tube open at one end with a movable piston at the other end
shows resonance with a fixed frequency. Within bracket you write a tuning fork of frequency 340 Hz. When the tube length is 25.5 centimeter or 79.3 centimeter. Estimate the speed of sound in air at the temperature of the experiment. ഇവിടെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ട്യൂബിൻ്റെ ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അടുത്ത പ്രാവശ്യം ഒരു ബോട്ടിലിൽ നിങ്ങൾ വാട്ടർ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കൂ. ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് സ്കൂളിലെ ഫിസിക്സ് സാറിന് സബ്മിറ്റ് ചെയ്യുക. സൗണ്ട് എക്സിബിറ്റ് ചെയ്യുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ 2 പ്രോപ്പർട്ടീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.